എക്സ്പ്രഷൻ റൗണ്ടിൽ വന്നിരിക്കുന്ന തന്നെ ഒരു സങ്കടം, എന്തൊക്കെയോ ഭാരമൊക്കെ ഉള്ള ഒരു ആളെ പോലെയാണ് വന്നിരിക്കുന്നത്. എന്താണ്? ഞാൻ പെരുമഴക്കാലം എന്നുള്ള മൂവിയിലെ കാവ്യ മാധവന്റെ ആ ഒരു ക്യാരക്ടറാണ്. ഓ, അതാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ സ്പോർട്ട് കൊറിയോ. ആൻഡ് ശ്വേതാജി പറഞ്ഞിരുന്നു ഇനി മുതൽ പെണ്ണായിട്ട് ഇവിടെ വരണമെന്ന്. അതുകൊണ്ടാണോ പെണ്ണായിട്ട് വന്നിരിക്കുന്നത്? അത് കൊള്ളാം. അപ്പൊ സ്പോർട്ട് കൊറിയയ്ക്ക് വേണ്ടി റെഡിയാണ്. അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം. യെസ്. സൂപ്പർ അമ്മയും മകളും. சாமி வணக்கம். வணக்கம். മണിമാമ, മണിമാമ, എന്താ കുട്ടി ഈ നേരത്ത്? അവരെ കണ്ടോ? ആ സ്ത്രീയെ റസിയ പടിപ്പുരയിൽ ഇരിപ്പുണ്ടായിരുന്നില്ലേ? ഈശ്വര നിശ്ചയങ്ങള് മനുഷ്യർക്ക് മറികടക്കാനാവില്ലല്ലോ കുട്ടി. പോയി അവര്. കുറെ മുമ്പ് മഴയത്ത് ഒരു നിഴല് പോലെ പോണ കണ്ടു. മോളെന്താ ഇറങ്ങിപ്പോന്നത്? അവരുടെ വിധി അത് അവരനുഭവിച്ചു തന്നെ തീരണം. ഈ വിധി ദൈവം നിശ്ചയിച്ചതാണോ മണിമാമ? തീരുമാനിക്കാൻ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? എന്റെ ഒരു കയ്യൊപ്പിലല്ലേ ഒരാളുടെ ആയുസ്? എന്റെ വിരൽത്തുമ്പത്തല്ലേ അയാളുടെ ജീവൻ? അപ്പൊ ഞാനത് നിഷേധിച്ച ദൈവം അയാളോട് കാണിച്ച ദയ ഞാൻ കാണിക്കാതിരിക്കല്ലേ? ആ പാവ സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്കും കണ്ണീരിനും എന്റെ മുന്നിൽ ഒരു വിലയില്ലാണ്ടാവല്ലേ? പോയില്ലേ ആ കുട്ടി? അല്ലെങ്കിൽ തന്നെ മോളുടെ നല്ല മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാന്ന് വെച്ചാ എന്തൊക്കെയാ അതിന്റെ പേരുണ്ടാവുമെന്ന് നിശ്ചയുണ്ടോ? വേണ്ട കുട്ടി, തിരിച്ചു പോയിക്കോളൂ. ഇറങ്ങി വന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ആലോചിച്ചു മണിമാമേ, ഞാൻ ഒരുപാട് ആലോചിച്ചു. ഇവരുടെ മുന്നിൽ ന്യായീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ശാപം ഏറ്റെടുക്കാൻ എന്റെ രഘുവേട്ടന്റെ ആത്മാവ് എന്നോട് പറയില്ല. ശാപം കിട്ടും. ഞാൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ച എനിക്ക് കാണണം അവരെ. ഒപ്പിട്ട് കൊടുക്കണം മണിമാമേ. ഞാൻ നല്ലത് കുട്ടി, ഇപ്പൊ ഈ മനസ്സ് ഞാൻ അറിയുന്നുണ്ട്. ഇനി ഒന്നും ആലോചിക്കണ്ട, നമുക്ക് കാണാവരെ. റസിയ, നോക്കൂ, ഞാനാണ് ഗംഗ. റസിയ, റസിയ, നോക്ക്. ഇല്ല റസിയ, സമയം വൈകിട്ടില്ല. എന്റെ മനസ്സ് പറയുന്നു. എല്ലാ ഈശ്വരന്മാരെയും വിളിച്ചാ ഞാൻ ഇറങ്ങിയത്. വൈകിട്ടുണ്ടാവില്ല. എണീക്ക് വേഗം. എവിടെയാ ഞാൻ ഒപ്പിടേണ്ടത്? പറയേ റസിയ, റസിയ. വരും. റസിയുടെ അക്ബർ തിരിച്ചു വരും. ദൈവം തിരിച്ചു കൊണ്ട് തരും. എന്താ പറയാ, പ്രതീക്ഷിക്കാത്ത, ലിഷ ചേച്ചിയുടെ അടുത്ത് പ്രതീക്ഷിക്കാത്ത ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ശ്വേതാജി,
സ്ട്രെസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാം. എന്ത് പറ്റി? ഈ എന്താ പറയാ, ആ ഇമോഷന്റെ ആ ഒരു സിറ്റുവേഷന്റെ പറ്റി ആലോചിച്ചിട്ടാണോ? മീര ജാസ്മിന്റെ അടുത്ത് മീൻസ് ആ ഒരു കഥ ഉണ്ടല്ലോ, റസിയും ഗംഗയും, റസിയന്റെ മൂപ്പരാണ് ഗംഗേന്റെ ഭർത്താവിനെ കൊല്ലുന്നത്. അപ്പൊ ആ ഒരു എങ്ങനെ പാടൻ മറ്റേ നമ്മളല്ലേ കോടതിയിൽ ഗംഗ വന്നാൽ മാത്രമേ മാപ്പ് കൊടുക്കുള്ളൂ എന്നുള്ള ഒരു ആ സിറ്റുവേഷൻ ആണല്ലോ. ആ സിറ്റുവേഷൻ വിചാരിച്ചിട്ടാണോ പ്രശ്നം ഉണ്ടായത്, അല്ലാതെ ഈ ഒരു ഹെവി സീൻ ആയതുകൊണ്ടാണോ? അല്ല, അത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അത് എനിക്ക് ഉൾക്കൊണ്ട് ചെയ്യണം തന്നെ ഉണ്ടായിരുന്നു. അത് കൂടാതെ ചെറിയ സ്ട്രെസ് എനിക്ക് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇമോഷണൽ ആയപ്പം എനിക്ക് വിചാരിച്ചത്ര എനിക്ക് തോന്നുന്നു കുറച്ച് എവിടേക്കോ എനിക്ക് വിടുണ്ടായിരുന്നു അല്ലേ? കരഞ്ഞു പോയി ഇടയ്ക്ക്. അല്ല, അതൊക്കെ ഓക്കെയാണ്. എനിക്ക് തോന്നി ലിഷേന്റെ ചില സ്ഥലത്ത് ഇമോഷൻ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ എവിടേക്കോ പിടിക്കുന്നുണ്ടായിരുന്നു. ഇനി അത് ജാസ്തിയായോ എവിടേക്കോ ലിഷേന്റെ പാരലൽ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നുണ്ടായിരുന്നു, ആ ഒഴുകുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ കോൺഷ്യസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്ലോ അത് മനസ്സിലാവുണ്ടായിരുന്നു. ബിക്കോസ് ക്യാരക്ടറിൽ ഇറങ്ങി ഒന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ എവിടെയോ ലിഷ വന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ടോ, എനിക്ക് പെട്ടെന്ന് അങ്ങനത്തെ അതൊക്കെ അതാ ഞാൻ പറഞ്ഞത്. നമ്മള് സൗണ്ട് ആണോ ഡയലോഗ് അതൊന്നും അല്ല നോക്കണത്, എക്സ്പ്രഷൻ മാത്രം. പ്രോംപ്റ്റിംഗ് എടുക്കുമ്പോൾ ഞാൻ എന്ത് പറയുന്നു എല്ലാം കോൺഷ്യസ് ആയാൽ ആ ഫ്ലോ കിട്ടില്ല. നമ്മൾ ആ എക്സ്പ്രഷൻ്റെ ആ ഒഴുക്കുണ്ടല്ലോ അത് നിർത്താൻ പാടില്ല. മനസ്സിലായോ? ഇത്രയും ഒരു ഹെവി സീൻ എടുക്കുമ്പോൾ ലിഷ ഒന്ന് ആലോചിക്കണം, ഇത് കൈ വിട്ടു പോകും. ഭയങ്കര ഹെവി സീനാണ്, ഭയങ്കര എനിക്ക് തോന്നുന്നു സിനിമേൻ്റെ ഒരു ക്രൂഷ്യലായ ഒരു സീനാണ്. ഞാൻ എക്സ്പ്രഷൻ വെച്ചിട്ട് പറയാണ്, എവിടേക്കോ ലിഷ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും താങ്ക് യു. സൂപ്പർ.